ഹായ് ഓൾ, എല്ലാവർക്കും VTUയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ റാനിഷ്, VTUവിൻ്റെ അഡ്മിനിൽപ്പെട്ട ഒരാളാണ്. നമ്മളിതെത്തിയ ഒരു വീഡിയോയിലൂടെ നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു ആക്സസിബിൾ ആപ്ലിക്കേഷനാണ്, മെസ്സേജിങ് ആപ്ലിക്കേഷനാണല്ലേ വാട്സപ്പ്. എന്നാൽ ബിസിനസ് ചെയ്യുന്നവർക്കായിട്ട് വാട്സപ്പിന് തന്നെ മറ്റൊരു വേരിയൻ്റായിട്ട് വാട്സാപ്പ് ബിസിനസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയുണ്ട്. ഈ വാട്സപ്പും വാട്സപ്പ് ബിസിനസ്സും മെറ്റയുടെ കയ്യിൽ തന്നെയാണ്. അത് രണ്ടും വാട്സപ്പിൻ്റെ മെറ്റയുടെ കൺട്രോളിൽ തന്നെയുള്ള ആപ്ലിക്കേഷൻസുമാണ്. എങ്കിലും വാട്സപ്പിലില്ലാത്തതിനേക്കാൾ ഒത്തിരി ഫീച്ചേഴ്സ് വാട്സാപ്പ് ബിസിനസ്സിലുണ്ട്. അത്തരത്തിലുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ മുമ്പിലേക്ക് പരിചയപ്പെടുത്തുന്നത്. ഇത് നമ്മുടെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലുള്ള മറ്റ് വീഡിയോസൊക്കെ ഒന്ന് പോയി നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് മാത്രമേ നമ്മൾ ചെയ്തിട്ടുള്ളൂ. അതൊന്ന് നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പരിഗണിക്കുക. പിന്നെ VTU അഥവാ വിഷൻ വേൾഡ് ടെക്നോളജി അപ്ഡേറ്റ്സ് എന്ന ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, ടെലിഗ്രാം ചാനലുണ്ട്, വാട്സപ്പ് ചാനലുണ്ട്. അപ്പോൾ ഇതിലൊന്നും നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എങ്കിൽ നമ്മുടെ ചാനലിൻ്റെ ഇൻഫോയിൽ പോയാൽ മതി, അവിടെ നിന്ന് കിട്ടും. എല്ലാവരും ജോയിൻ ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയണ്ട, വാട്സപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്ത് അതിലുള്ള കുറച്ചധികം ഫീച്ചേഴ്സ് പരിചയപ്പെടാം. അപ്പോൾ വാട്സപ്പ് തന്നെ നമുക്ക് ഡയറക്റ്റ് വാട്സപ്പ് ബിസിനസ്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയും കേട്ടോ. അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ഓക്കെ, വാട്സപ്പ് തന്നെ നമുക്ക് വാട്സപ്പ് ബിസിനസ്സിലോട്ട് മാറ്റം വരുത്താൻ പറ്റും. ഓക്കെ, അതെന്താണെന്ന് വെച്ചാൽ വാട്സപ്പ് ബിസിനസ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് അതിലുള്ള സെറ്റപ്പ് ചെയ്യുമ്പോൾ വാട്സപ്പിലുള്ള അതേ നമ്പർ തന്നെ കൊടുത്താൽ മതി. വാട്സപ്പ് മാറി നേരെ അതെല്ലാം വാട്സപ്പ് ബിസിനസ്സിലോട്ട് കിട്ടും. ഞാൻ ഈ വീഡിയോ പറഞ്ഞത് ചാടിക്കയറി അങ്ങനെയൊന്നും ചെയ്യണ്ട, നിങ്ങൾ തീരുമാനങ്ങൾ എടുത്തിട്ട് മാത്രം ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഒട്ടും സമയം കളയണ്ട, നേരെ വീഡിയോ ആരംഭിക്കാം. ഓക്കെ, വാട്സപ്പ് ബിസിനസ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. വാട്സപ്പിലുള്ളതുപോലെ നമുക്ക് ഇവിടെയും കുറേ ടാബുകൾ വന്നിട്ടുണ്ട് താഴെ. വാട്സപ്പിൽ നമുക്ക് ഹോം ടാബ്, അപ്ഡേറ്റ്സ് ടാബ്, കമ്മ്യൂണിറ്റി ടാബ്, കോൾസ് ടാബ്, ഇങ്ങനെ 4 ടാബുകളാണുള്ളത്. എന്നാൽ വാട്സപ്പ് ബിസിനസ്സിൽ നമുക്ക് ചാറ്റ്സ് ടാബ്, കോൾസ് ടാബ്, അപ്ഡേറ്റ്സ് ടാബ്, ടൂൾസ് ടാബ്, ഇങ്ങനെ 4 ടാബുകളാണുള്ളത്. നോക്കാം. ചാറ്റ്സ് ടാബ്, കോൾസ് ടാബ്, അപ്ഡേറ്റ്സ് ടാബ്, സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൂൾസ് ടാബ്. ഇതിൽ നമുക്ക് വാട്സപ്പിൽ ഇല്ലാത്ത എല്ലാ ഫീച്ചേഴ്സും വരുന്നത് വാട്സപ്പ് ബിസിനസ്സിൽ ഈ ടൂൾസ് എന്ന് പറയുന്ന ടാബിലാണ്. വാട്സപ്പിൽ വരുന്ന എല്ലാ ഫീച്ചേഴ്സും വാട്സപ്പ് ബിസിനസ്സിലും കിട്ടും കേട്ടോ. എന്നാൽ ഈ ഫീച്ചേഴ്സൊന്നും വാട്സപ്പ് ബിസിനസ്സിലുള്ള WA ബിസിനസ് എന്നാണ് പറയുക. ഈ WA ബിസിനസ്സിലുള്ള കാര്യങ്ങളൊന്നും എല്ലാം എന്തിലുണ്ടായിക്കൊള്ളണമെന്നില്ല, വാട്സപ്പിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഈ ടൂൾസ് എന്ന് പറയുന്ന ടാബിലുള്ളതാണ് മുഴുവനായിട്ടും നമ്മുടെ ഫീച്ചേഴ്സ് മുഴുവൻ. അപ്പോൾ നമുക്കൊരു നോക്കിയാലോ. ഓക്കെ, ആദ്യം തന്നെ നമ്മുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്താണ് മുകളിൽ കാണിക്കണേ, ഇൻഫോ എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കണം. അതൊന്നും നോക്കണ്ട, സ്വൈപ്പ് ചെയ്ത് പോകാം. ഓക്കെ, ഫസ്റ്റ് തന്നെ ഇവിടെ പറയുന്നത് നമ്മുടെ ബിസിനസ് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ചെറിയ പൈസയ്ക്ക് മെറ്റയ്ക്കുള്ള ആഡ് ചെയ്യാനാണ്. അതായത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ മെറ്റയുടെ ആപ്ലിക്കേഷൻസായ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും എന്ത് ചെയ്യും, ആഡ് റണ്ണാവും. അങ്ങനെ നമുക്ക് നമ്മുടെ ഓർഡേഴ്സൊക്കെ പോകും. അതാണ് അവിടെ ഫസ്റ്റത്തെ ഓപ്ഷൻ. ഓക്കെ, വേണ്ട. പിന്നെ മെറ്റ വെരിഫൈഡ് ആണ്, അതും നമുക്ക് കാര്യമുള്ള ഓപ്ഷനല്ല. ഓക്കെ, കാറ്റലോഗ്, ഷോ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ്, ഇതാണ് നമുക്ക് വേണ്ട ആദ്യത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത്. കാറ്റലോഗ്, വ്യൂ പ്രൊഡക്ട്സ് ആൻഡ് സർവീസ്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ നമ്പറിലേക്ക്, നമ്മുടെ വാട്സപ്പിലേക്ക് കയറി വരുന്ന ഒരു വ്യക്തിക്ക് നമ്മൾ ബിസിനസ് എന്താണ് എന്ന കാര്യങ്ങളൊക്കെ ഒറ്റ നോട്ടത്തിൽ തന്നെ അറിയാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ സെറ്റ് ചെയ്യാനുള്ളതാണ് ഈ കാറ്റലോഗ്, വ്യൂ പ്രൊഡക്ട്സ് ആൻഡ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. അഡ്വർടൈസ്മെൻറ്റ് ചെയ്തിട്ട് നമുക്ക് വാട്സപ്പ് വഴി കോൺവെർസേഷൻ നടത്തുന്നതാണ്. ഇതന്നെയാണ് ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ഓപ്ഷൻ. ഓക്കെ, അടുത്തോട്ട് പോകാം. ബിസിനസ് ബ്രോഡ്കാസ്റ്റ്, ഇതാണ് നമ്മുടെ വാട്സപ്പിലുള്ള ഫീച്ചറാണ്. വാട്സപ്പിൽ ബ്രോഡ്കാസ്റ്റ് സെൻഡ് ചെയ്യുക അതന്നെ. പക്ഷേ വാട്സപ്പ് ബിസിനസ്സിൽ 250 മെസ്സേജ് മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ,
ഫ്രീ ആയി ചെയ്യാൻ പാടുള്ളൂ. അതൊക്കെ കൂടുതൽ കൊടുക്കണേ, പൈസ കൊടുക്കണം. പിന്നെ പേയ്മെൻറ്റ്സ് വ്യൂ ഹിസ്റ്ററി ആൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ. ഈ ഓപ്ഷനിൽ വാട്സപ്പ് ബിസിനസ് വഴിയോ അല്ലെങ്കിൽ വാട്സപ്പ് ബിസിനസ്സിലുള്ള നമ്പറിലേക്ക് നമുക്ക് ആരെങ്കിലും വാട്സാപ്പ് മുഖാന്തരം തന്നെ പൈസ അയച്ചാൽ അത് കാണാൻ പറ്റുന്ന, അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്ന ഒരു ഓപ്ഷനാണ്. അടുത്തത് ഓർഗനൈസ് യുവർ ചാറ്റ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിന് താഴെ വരുന്ന ഓപ്ഷൻസ് ആണ്. ലേബൽ, ഓർഗനൈസ് ചാറ്റ് ആൻഡ് കസ്റ്റമേഴ്സ്. ഇതാണ് വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഫീച്ചർ. ഞാൻ വേണമെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഞാനിവിടെ കുറച്ച് ലേബിൾസൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ലേബിൾസ് എന്ന് പറഞ്ഞാൽ യൂട്യൂബിലൊക്കെ പ്ലേലിസ്റ്റ് ഉള്ളതുപോലെ നമുക്ക് കാറ്റഗറി ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് കാറ്റഗറി ബേസ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ളവർ ഒരു ലിസ്റ്റ്, പേയ്മെൻറ്റ് തന്നവർ ഒരു ലിസ്റ്റ്, ഇന്നൊരു പ്രൊഡക്റ്റ്, ഇപ്പോൾ ഒരു ഫാനാണ് നിങ്ങൾ വിളിക്കുന്നത്, ഫാൻ ഓർഡർ കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിസ്റ്റ്. അങ്ങനെ നമുക്ക് എത്ര ലിസ്റ്റ് വേണമെങ്കിലും ലേബൽ ചെയ്ത് വെക്കാം. അതായത് നമുക്ക് പട്ടികപ്പെടുത്തി വയ്ക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ ലേബൽ, ഓർഗനൈസ് ചാറ്റ് ആൻഡ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിലുള്ളത്. ഓക്കെ, അടുത്തത് ഗ്രീറ്റിംഗ് മെസ്സേജസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനാണ്. ഈ ഗ്രീറ്റിംഗ് മെസ്സേജസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുന്ന ഓരോ വ്യക്തിക്ക് ഓൺ ദ സ്പോട്ടിൽ നമ്മുടെ ബിസിനസ്സിനെ പറ്റിയൊക്കെ അല്ലെങ്കിൽ നമുക്ക് ഒരു ഗ്രീറ്റിംഗ് കൊടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഗ്രീറ്റിംഗ് മെസ്സേജസ് എന്ന് പറയുന്ന ഓപ്ഷൻ. അടുത്തതാണ് അവേ മെസ്സേജ്. അവേ മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീറ്റിംഗ് മെസ്സേജും അവേ മെസ്സേജും ഓട്ടോമാറ്റിക്കായിട്ട് മെസ്സേജ് പോകുന്ന സിസ്റ്റംസാണ്. ബട്ട് ഈ ഗ്രീറ്റിംഗ് മെസ്സേജും അവേ മെസ്സേജും തമ്മിലുള്ള വ്യത്യാസം, ഗ്രീറ്റിംഗ് മെസ്സേജ് ആദ്യമായിട്ടൊരു മെസ്സേജ് അയക്കുന്ന വ്യക്തിക്ക് മാത്രമേ പോകത്തുള്ളൂ. എന്നാൽ അവേ മെസ്സേജ്, നമ്മൾ ഈ ഒരു അവേ മെസ്സേജ് സെറ്റ് ചെയ്തതിന് ശേഷം ആര് നമുക്ക് മെസ്സേജ് അയച്ചാലും അവർക്ക് നമ്മൾ ആ സെറ്റ് ചെയ്ത അവേ മെസ്സേജ് ഒരു തവണ പോവും. ഗ്രീറ്റിംഗ് മെസ്സേജും ഒരു തവണയേ പോവും, അവേ മെസ്സേജും ഒരു തവണയേ പോവുള്ളൂ. അടുത്തതാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ഓപ്ഷൻ, ക്വിക്ക് റിപ്ലൈ. ക്വിക്ക് റിപ്ലൈ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബിസിനസ്സൊക്കെയാണ്, ഒരുപാട് പേര് എന്താണ് നിങ്ങളുടെ ബിസിനസ്, പ്രൊഡക്റ്റിൻ്റെ വില എത്രയാണ്, ഡീറ്റെയിൽസ് തരുമോ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ നമുക്ക് ഒരു ക്വിക്ക് മെസ്സേജിൽ പോയിട്ട് ഒരു കാര്യം അവിടെ റെക്കോർഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഉദാഹരണത്തിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നിങ്ങൾ ഫാൻ കച്ചവടമാണ് ചെയ്യണേ, അപ്പോൾ ഫാൻ ബിസിനസ് റുപ്പി, അങ്ങനെ നമ്മുടെ ഫാനുമായിട്ട് വന്നിട്ട് എല്ലാ കാര്യങ്ങളും നമ്മൾ ടെക്സ്റ്റായിട്ട് ഇതിൽ സേവ് ചെയ്ത് വെച്ചതിന് ശേഷം ഏതൊരു വ്യക്തി ചോദിക്കുമ്പോഴും നമ്മൾ അതിൻ്റെ നമ്മൾ മെസ്സേജ് ടൈപ്പ് ചെയ്യില്ലേ, അതിൻ്റെ കൂടെ സ്ലാഷ് അടിച്ച് നമ്മൾ തന്നെ ഈ ഒരു ക്വിക്ക് മെസ്സേജ് സെറ്റ് ചെയ്യുമ്പോഴുള്ള ഒരു കോഡ് ഉണ്ടാവും. ആ കോഡ് നമ്മൾ ആ സ്ലാഷിന് ശേഷം അടിച്ചു കൊടുത്താൽ ആ ഒരു മെസ്സേജ് അവിടെ കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്ത് അപ്പം തന്നെ നമുക്ക് അവർക്ക് വളരെ ഈസി ആയിട്ട് സെൻഡ് ചെയ്യാൻ പറ്റും. ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ഫീച്ചറാണ്. ടൈം ലാഭിക്കാൻ ഒത്തിരി യൂസ്ഫുള്ളായ ഒരു ഫീച്ചറാണ് ഈ ക്വിക്ക് മെസ്സേജ്. ഇത്രയാണ് ഇതിലുള്ള ഏറ്റവും ഫീച്ചേഴ്സ്. താഴെയുള്ളത് അക്കൗണ്ട് മാനേജ് ചെയ്യുന്ന ഫീച്ചേഴ്സാണ്. അതൊന്നും ഇതിൽ ടൂൾസായിട്ട് വരില്ല. അപ്പോൾ ഇത്രയാണ് വാട്സപ്പിൽ നിന്നും വാട്സപ്പ് ബിസിനസ്സിനെ വ്യത്യസ്തകരമാക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സ്. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ബിസിനസ് ഉള്ളവർക്കേ വാട്സപ്പ് ബിസിനസ് തുടങ്ങാവൂ എന്നൊന്നും ഇല്ല കേട്ടോ. എന്നാലും നിങ്ങൾക്ക് ഒരു വാട്സപ്പ് ബിസിനസ് തുടങ്ങുമ്പോൾ ഒരു ബിസിനസ് നെയിം അങ്ങനത്തെ രീതിയിലൊക്കെ എന്തെങ്കിലും ഇട്ടിട്ട് തുടങ്ങണമെങ്കിൽ തുടങ്ങുകയൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.